എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. PSCയുടെ ഇനി വരുന്ന പരീക്ഷയിലേക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? മുംബൈയാണ് 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. മുംബൈ നഗരത്തെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമെന്നും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നു. താറാവിൻ്റേതുപോലുള്ള ചുണ്ടുകളുള്ള മുട്ടയിടുന്ന സസ്തനി ഏതാണ്? പ്ലാറ്റിപ്പസ് ആണ് താറാവിൻ്റേതുപോലുള്ള ചുണ്ടുകളുള്ള മുട്ടയിടുന്ന ഒരു സസ്തനി. ഓസ്ട്രേലിയയിലാണ് പ്ലാറ്റിപ്പസുകളെ കാണപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കല്ലട ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെന്മല അണക്കെട്ട് ഇതിൻ്റെ ഭാഗമാണ്. ഏത് രാജ്യത്തെ മലയാളികളാണ് കെ രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി ബിരുദം സമ്മാനിച്ചത്? മലേഷ്യയിലെ മലയാളികളാണ് കെ രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി ബിരുദം സമ്മാനിച്ചത്. കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മലയാളി പത്രാധിപർ? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മലയാളി പത്രാധിപർ. വ്യാഴവട്ട സ്മരണകൾ എന്ന ഗ്രന്ഥം രചിച്ച ബി കല്യാണിക്കുട്ടിയമ്മ ആരുടെ ഭാര്യയാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. വ്യാഴവട്ട സ്മരണകൾ എന്ന ഗ്രന്ഥം രചിച്ച ബി കല്യാണിക്കുട്ടിയമ്മ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ്. വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തൽ കാലത്തെ അനുഭവങ്ങളാണ് വിവരിക്കുന്നത്. പൂന സന്ധിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ബി ആർ അംബേദ്കർ ആയിരുന്നു പൂന സന്ധിക്ക് നേതൃത്വം നൽകിയത്. ദളിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന വാദം ഉപേക്ഷിച്ച് സംവരണ സീറ്റുകൾ അംഗീകരിച്ച ഉടമ്പടിയാണ് പൂന സന്ധി. 1932 മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറും തമ്മിലാണ് പൂന കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം? മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനവും മധ്യപ്രദേശാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സുശ്രുതനാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സുശ്രുത സംഹിത എന്ന പ്രാചീന വൈദ്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഇദ്ദേഹമാണ്. കൃത്രിമ ജീൻ കണ്ടെത്തിയതിനും ജനിതക രഹസ്യം നിർണയിച്ചതിനും നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹർഗോബിന്ദ് ഖൊരാനയാണ് കൃത്രിമ ജീൻ കണ്ടെത്തിയതിനും ജനിതക രഹസ്യം നിർണയിച്ചതിനും നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ. 1968 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഹർഗോബിന്ദ് ഖൊരാനയ്ക്ക് ലഭിച്ചത്. ഹൈഡ്രോഫോബിയ എന്ന അപരനാമം ഏത് രോഗത്തിനാണ്? പേവിഷബാധ, റേബീസ്. ഹൈഡ്രോഫോബിയ എന്ന അപരനാമം പേവിഷബാധ, റാബീസിൻ്റെതാണ്. റാബീസ് ബാധിച്ചവർക്ക് വെള്ളം കാണുമ്പോൾ ഭയം ഉണ്ടാകുന്നതിനാലാണ് ഇതിനെ ഹൈഡ്രോഫോബിയ എന്ന് വിളിക്കുന്നത്. പിടിയേരി സമ്പ്രദായം തുടങ്ങിയ നവോത്ഥാന നായകൻ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് പിടിയേരി സമ്പ്രദായം തുടങ്ങിയ നവോത്ഥാന നായകൻ. ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലമേതാണ്? മരുത്വാമലയാണ് ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് മരുത്വാമല സ്ഥിതി ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലമേതാണ്? വടിവീശ്വരമാണ് ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലം. കന്യാകുമാരി ജില്ലയിലെ ഒരു സ്ഥലമാണ് വടിവീശ്വരം. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം? 1922. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ശിവഗിരിയിലാണ് ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്?
ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ്. ദർശനമാല എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ദർശനമാല എന്ന കൃതിയുടെ രചയിതാവ്. അദ്വൈത തത്വശാസ്ത്രം ലളിതമായി പ്രതിപാദിക്കുന്ന ഗുരുവിന്റെ പ്രധാന കൃതികളിലൊന്നാണ് ദർശനമാല. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയായിരുന്നു ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്. പെൻസിലിൻ കണ്ടുപിടിച്ചതിന് നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചതിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഏക ഇന്ത്യൻ വനിത? മദർ തെരേസ. മദർ തെരേസയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഏക ഇന്ത്യൻ വനിത. 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മദർ തെരേസയ്ക്ക് ലഭിച്ചത്. മദർ തെരേസയ്ക്ക് 1980 ഭാരതരത്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ഹാളിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വനിത? മാതാ അമൃതാനന്ദമയി. മാതാ അമൃതാനന്ദമയി ആയിരുന്നു UN ജനറൽ അസംബ്ലി ഹാളിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വനിത. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ്. സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന നവോത്ഥാന നായകൻ? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവായിരുന്നു സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന നവോത്ഥാന നായകൻ. 1936 പട്ടിണി ജാഥ നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? AK ഗോപാലൻ. AK ഗോപാലൻ്റെ നേതൃത്വത്തിലായിരുന്നു 1936 പട്ടിണി ജാഥ നടന്നത്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ് AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്നത്. വിവേകാനന്ദന് ചിന്മുദ്രയുടെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളായിരുന്നു വിവേകാനന്ദന് ചിന്മുദ്രയുടെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര്? വയൽവാരം വീട്. വയൽവാരം വീട് എന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. തൃശൂർ നഗരത്തിൻ്റെ ശില്പി? ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാനാണ് തൃശൂർ നഗരത്തിൻ്റെ ശില്പി. കൊച്ചി രാജ്യത്തെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ അഥവാ രാമവർമ്മ തമ്പുരാൻ. തൃശൂർ പൂരത്തിൻ്റെ ഉപജ്ഞാതാവായും ശക്തൻ തമ്പുരാൻ അറിയപ്പെടുന്നു. ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചത്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളായിരുന്നു ആദിഭാഷ എന്ന ഗ്രന്ഥം രചിച്ചത്. ഭാഷാശാസ്ത്രപരമായ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന ചട്ടമ്പി സ്വാമികളുടെ പണ്ഡിതോചിതമായ ഗ്രന്ഥമാണിത്. ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനെന്ന് അറിയപ്പെടുന്നത്. ആര്യ സമാജത്തിൻ്റെ ഭാഗമായാണ് മതപരിവർത്തനം ചെയ്തവരെ തിരികെ കൊണ്ടുവരാൻ ശുദ്ധി പ്രസ്ഥാനം തുടങ്ങിയത്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ആരുടെ വാക്കുകളാണിത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളായിരുന്നു പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്നത്. ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം? 7. ജിറാഫിൻ്റെ കഴുത്തിൽ 7 കശേരുക്കളാണ് ഉള്ളത്. മനുഷ്യരിലും മിക്ക സസ്തനികളിലും കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7 തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം? 46. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിൽ 23 ജോഡി ആകെ 46 ക്രോമസോമുകളാണ് ഉള്ളത്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി? ആട്. ഡോളി എന്ന ആടാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി. ഇയാൻ വിൽമുട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് ഡോളി എന്ന ആടിനെ
ക്ലോൺ ചെയ്തത്? കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. 1665 മൈക്രോഗ്രാഫിയ എന്ന പുസ്തകത്തിലാണ് റോബർട്ട് ഹുക്ക് കോശത്തെക്കുറിച്ച് വിവരിച്ചത്. തിരുവനന്തപുരത്തെ കുതിരമാളിക പണികഴിപ്പിച്ച ഭരണാധികാരി? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളായിരുന്നു തിരുവനന്തപുരത്തെ കുതിരമാളിക പണികഴിപ്പിച്ച ഭരണാധികാരി. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏതാണ്? വിദ്യാപോഷിണി. വിദ്യാപോഷിണിയാണ് സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന. 1917 ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ വിദ്യാപോഷിണി സഭ രൂപീകരിച്ചത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും വഴി നടക്കുന്നതിനു വേണ്ടി നടത്തിയ സമരം? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമായിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും വഴി നടക്കുന്നതിനു വേണ്ടി നടത്തിയ സമരം. 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം 603 ദിവസങ്ങൾ നീണ്ടുനിന്നു. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം നയിച്ച നേതാവ് ആരാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം നയിച്ച നേതാവ്. പുലയ സമുദായത്തിലെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച നേതാവ്? അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു പുലയ സമുദായത്തിലെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച നേതാവ്. പുലയരാജ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാ ഗാന്ധിയാണ്. കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ്? ടി കെ മാധവൻ. ടി കെ മാധവനാണ് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. ദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു ടി കെ മാധവൻ. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ജീവി? നായ. ലൈക്ക എന്ന നായയായിരുന്നു ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ജീവി. 1957 സ്പുട്നിക് 2 എന്ന ബഹിരാകാശ പേടകത്തിലാണ് ലൈക്ക യാത്ര ചെയ്തത്. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ പക്ഷി നിരീക്ഷകൻ? സലിം അലി. സലിം അലിയാണ് ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ. മണ്ഡോവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സലിം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഗോവ. മണ്ഡോവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സലിം അലി പക്ഷി സങ്കേതം ഗോവ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപർ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപർ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ. ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്? നങ്ങ്യാർകുളങ്ങര. ആലപ്പുഴ ജില്ലയിലെ നങ്ങ്യാർകുളങ്ങരയിലാണ് ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ആത്മവിദ്യാ കാഹളം രചിച്ചത്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ കാഹളം രചിച്ചത്. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ നേതാവാരാണ്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയായിരുന്നു സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ നേതാവ്. സ്വന്തം കുടുംബക്ഷേത്രം അവർണർക്ക് തുറന്നുകൊടുത്ത നവോത്ഥാന നായകൻ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സ്വന്തം കുടുംബക്ഷേത്രം അവർണർക്ക് തുറന്നുകൊടുത്ത നവോത്ഥാന നായകൻ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1946 ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം നടന്നത്. മിന്നാമിനുങ്ങിന് പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു? ലൂസിഫറിൻ. ലൂസിഫറിനാണ് മിന്നാമിനുങ്ങിന് പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തു. ജീവികൾ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തെ ബയോ ലൂമിനസെൻസ് എന്നാണ് വിളിക്കുന്നത്. ബയോ ലൂമിനസെൻസ്.
പെയിന്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ഷഡ്പദം ഏതാണ്? ചിത്രശലഭം. ചിത്രശലഭമാണ് പെയിന്റഡ് ലേഡി എന്നറിയപ്പെടുന്ന ഷഡ്പദം. ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ശുക്രൻ, വീനസ്. ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ശുക്രനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയെ വലം വെച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. സ്പുട്നിക് 1 ആണ് ഭൂമിയെ വലം വെച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം. 1957 സോവിയറ്റ് യൂണിയനാണ് സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം? കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ എന്നതാണ് വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി ആകാശവാണി എന്ന തീം സോങ് കവിത രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി ആകാശവാണി എന്ന പേരിൽ ഒരു കവിത, ഒരു തീം സോങ് രചിച്ചത്. പ്രബോധ ചന്ദ്രോദയം സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ് പ്രബോധ ചന്ദ്രോദയം സഭ. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി. എറണാകുളം ജില്ലയിലെ കാലടിയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിനും ടാഗോറിനുമിടയിൽ ദ്വിഭാഷി ആയിരുന്ന നവോത്ഥാന നായകൻ? കുമാരനാശാൻ. കുമാരനാശാനായിരുന്നു ശ്രീനാരായണ ഗുരുവിനും ടാഗോറിനും ഇടയിൽ ദ്വിഭാഷി, ഇന്റർപ്രറ്റർ ആയിരുന്ന നവോത്ഥാന നായകൻ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്. മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക് കോൺഗ്രസ്. ഡെമോക്രാറ്റിക് കോൺഗ്രസ് ആണ് മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച പാർട്ടി. 1913 കായൽ സമ്മേളനം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊച്ചി പുലയ മഹാസഭ. 1913 കായൽ സമ്മേളനം കൊച്ചി പുലയ മഹാസഭയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലർ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതലുള്ള ഷഡ്പദ വിഭാഗം ഏതാണ്? വണ്ടുകൾ. വണ്ടുകളാണ് ഏറ്റവും കൂടുതലുള്ള ഷഡ്പദ വിഭാഗം. മനുഷ്യരക്തം കുടിച്ച് ജീവിക്കുന്ന, രാത്രിയിൽ മാത്രം സജീവമാകുന്ന, ചിറകില്ലാത്ത ഷഡ്പദം ഏതാണ്? മൂട്ട. മൂട്ടയാണ് മനുഷ്യരക്തം കുടിച്ച് ജീവിക്കുന്ന, രാത്രിയിൽ മാത്രം സജീവമാകുന്ന, ചിറകില്ലാത്ത ഒരു ഷഡ്പദം. അൾട്രാ വയലറ്റ് നിറങ്ങൾ കാണാൻ കഴിവുള്ള ഷഡ്പദം ഏതാണ്? തേനീച്ച. തേനീച്ചയാണ് അൾട്രാ വയലറ്റ് നിറങ്ങൾ കാണാൻ കഴിവുള്ള ഷഡ്പദം. ഷഡ്പദങ്ങളുടെ രക്തത്തിന്റെ നിറമില്ല. ഷഡ്പദങ്ങളുടെ രക്തത്തിന് നിറം ഇല്ല. ഷഡ്പദങ്ങളുടെ രക്തത്തിന് നിറം ഇല്ലാത്തതിന് കാരണം ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ. ഹീമോഗ്ലോബിന്റെ അസാന്നിധ്യമാണ് ഷഡ്പദങ്ങളുടെ രക്തത്തിന് നിറമില്ലാത്തതിന് കാരണമാകുന്നത്. കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് കൊല്ലം ആസ്ഥാനമായാണ്. എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവാണ് എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ചത്. നിഴൽ താങ്കൽ എന്നു പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്? അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠർ ആയിരുന്നു നിഴൽ താങ്കൽ എന്നു പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളായിരുന്നു. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച വർഷമേതാണ്? 2010. 2010 കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത്. സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത്? പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫാണ് സാധുജനദൂതൻ എന്ന മാസിക ആരംഭിച്ചത്. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ പത്രാധിപർ?
സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയായിരുന്നു ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ പത്രാധിപർ. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളായിരുന്നു സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ്. കോവളം കവികൾ എന്നറിയപ്പെടുന്നത് അയ്യനപ്പിള്ള ആശാനും അയ്യപ്പിള്ള ആശാനും. അയ്യനപ്പിള്ള ആശാനും അയ്യപ്പിള്ള ആശാനുമാണ് കോവളം കവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് കാനിങ് പ്രഭു. കാനിങ് പ്രഭുവായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത്. കേരള യോഗീശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് കേരള യോഗീശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള ശ്രീഹരി, കേരള ശ്രീഹർഷൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് കേരള ശ്രീഹരി, കേരള ശ്രീഹർഷൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന മലയാള കവി. മുളയില മാത്രം തിന്നു ജീവിക്കുന്ന മൃഗം ഭീമൻ പാണ്ട, ജയന്റ് പാണ്ട. ഭീമൻ പാണ്ടയാണ് മുളയില മാത്രം തിന്നു ജീവിക്കുന്ന മൃഗം. റേഡിയോ ആസ്ട്രോണമി സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഊട്ടി. ഊട്ടിയിലാണ് റേഡിയോ ആസ്ട്രോണമി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ. ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ അസ്ഥി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഓറിയോൺ ആം. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഓറിയോൺ ആം എന്നാണ്. ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ. മ്യൂരാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആമാശയത്തിൽ ദഹനത്തിന് സഹായിക്കുന്ന പ്രധാന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പഴം തരുന്ന മരം ഏതാണ്? പ്ലാവ്. പ്ലാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പഴം തരുന്ന മരം. തഡോബ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. തഡോബ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. തഡോബ വന്യജീവി സങ്കേതം മഹാരാഷ്ട്രയിലെ ഏറ്റവും പഴയതും വലുതുമായ ദേശീയോദ്യാനമാണ്. മനുഷ്യചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. മെലാനിനാണ് മനുഷ്യചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു. മുടിക്ക് കറുപ്പ് നിറം നൽകുന്നതും മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. കേരള എമിലി ബ്രോണ്ടെ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ടി എ രാജലക്ഷ്മി. ടി എ രാജലക്ഷ്മിയാണ് കേരള എമിലി ബ്രോണ്ടെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ആണ് വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ. സിഫിലിസ് പ്രധാനമായും പകരുന്നത് എങ്ങനെയാണ്? ലൈംഗിക സമ്പർക്കത്തിലൂടെ. ലൈംഗിക സമ്പർക്കത്തിലൂടെയാണ് സിഫിലിസ് എന്ന രോഗം പ്രധാനമായും പകരുന്നത്. ട്രിപ്പോണിമ പല്ലിഡം എന്ന ബാക്ടീരിയയാണ് സിഫിലിസ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. ഫംഗസിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം മൈക്കോളജി. മൈക്കോളജിയാണ് ഫംഗസിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പ്രകാശത്തിന്റെ നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത അറിയപ്പെടുന്നത് ഫോട്ടോട്രോപ്പിസം. ഫോട്ടോട്രോപ്പിസം എന്നാണ് പ്രകാശത്തിന്റെ നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത അറിയപ്പെടുന്നത്. സസ്യങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന പ്രധാന ഹോർമോണാണ് ഓക്സിൻ. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കമി എന്ന് പേര് നൽകിയത് അറബികളായിരുന്നു പ്രാചീന രസതന്ത്രത്തിന് ആൽക്കമി എന്ന പേര് നൽകിയത്. ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണികഴിപ്പിച്ച ദിവാൻ രാജാ കേശവദാസ്. രാജാ കേശവദാസ് ആയിരുന്നു ആലപ്പുഴ തുറമുഖവും ചാലക്കമ്പോളവും പണികഴിപ്പിച്ച ദിവാൻ. രാജാ കേശവദാസിനെ വലിയ ദിവാൻജി എന്നും വിളിച്ചിരുന്നു.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയം? ബിർള പ്ലാനറ്റോറിയം. കൊൽക്കത്തയിലെ ബിർള പ്ലാനറ്റോറിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയം. ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം രചിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനായിരുന്നു ചട്ടമ്പി സ്വാമികൾ സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്താഹം രചിച്ചത്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് മെലനോമ ബാധിക്കുന്നത്? ത്വക്ക്, സ്കിൻ. ശരീരത്തിൽ ത്വക്കിനെയാണ് മെലനോമ ബാധിക്കുന്നത്. നയുദാമ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? ശാസ്ത്ര സാങ്കേതിക മേഖല. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നൽകുന്ന ഒരു അവാർഡാണ് നൈദാമ അവാർഡ്. ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന യലവർത്തി നൈദാമയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന പുരസ്കാരമാണിത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.